നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 21 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കലാകാരന്മാർക്ക് വലിയ അംഗീകാരങ്ങളും പ്രശസ്തിയും നേടാൻ ഈ ദിവസം അനുകൂലമാണ്. മാതാവിൽ നിന്നും മികച്ച പിന്തുണയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും ഔദ്യോഗിക യാത്രകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൃഷി വഴിയും വളർത്തുമൃഗങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകും. അമ്മാവൻ സ്ഥാനത്തുള്ളവരിൽ നിന്ന് ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. ജീവിതത്തിൽ പൊതുവെ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സർക്കാരിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശ്രദ്ധയോടെയുള്ള നീക്കങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം. പൂയം ആയില്യം. ശാരീരികമായ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വീഴ്ചകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഉഷ്ണരോഗങ്ങൾ പോലുള്ള ദേഹാസ്വസ്ഥ്യങ്ങൾ അവഗണിക്കരുത്. പ്രിയപ്പെട്ടവരുടെ വേർപാട് മനസ്സിനെ അല്പം വിഷമിപ്പിച്ചേക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പുതിയ ആഭരണങ്ങളോ മറ്റു വിലപ്പെട്ട വസ്തുക്കളോ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്, കരാർ, ജോലികൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭവും വലിയ പുരോഗതിയും ഉണ്ടാകുന്ന ദിവസമാണെന്ന്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം. അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സന്തോഷത്തോടെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ സാധിക്കുന്ന മികച്ച ദിവസമാണിത്. അപ്രതീക്ഷിതമായി ഭാഗ്യം കടാക്ഷിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ വരാനും സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും അവ അണിയാനും അവസരങ്ങൾ ഒരുങ്ങും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഉറക്കമില്ലായ്മയും നേരിയ മാനസിക വിഷമങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട. സംസാരിക്കുമ്പോൾ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് വർദ്ധിക്കാനിടയുണ്ട്. ഇത് ചെറിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. വിദേശയാത്രകൾക്ക് അവസരം ലഭിച്ചേക്കാം. വായനാശീലം വർദ്ധിക്കുകയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. പ്രസാധകർക്ക് ഇന്ന് അനുകൂല സമയമാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ദിവസമാണെന്ന്. അനാവശ്യ സംസാരങ്ങൾ തെറ്റിദ്ധാരണകളിലേക്ക് നയിച്ചേക്കാം. മക്കളെക്കുറിച്ചുള്ള ചില ആശങ്കകൾ മനസ്സിൽ ഭാരം ഉണ്ടാക്കിയേക്കാം. പ്രിയപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കഴിവും പ്രയത്നവും അംഗീകരിക്കപ്പെടുന്ന ദിവസമാണെന്ന്. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ശത്രുക്കളെ അതിജീവിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യാനും സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ മനസ്സമാധാനവും സന്തോഷവും നൽകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി രേവതി. പിതാവിനോ ബന്ധുക്കൾക്കോ ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസികമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഉദരവാത കഫ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.